തൃത്താലയിൽ MP രാജേഷ് ശക്തമായ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തീർച്ചയായും തൃത്താല കഴിഞ്ഞ തവണ വലിയ വിശ്വാസമാണ് LDF-ൽ അർപ്പിച്ചത്. ആ വിശ്വാസം പൂർണ്ണമായിട്ടും തിരിച്ചു നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവന്നു. അത് തന്നെയാണോ തൃത്താലക്കാരുടെ മുമ്പിലുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്? സംശയം എന്താ, അത് തന്നെയാണ്. അരനൂറ്റാണ്ടായിട്ട് നടക്കാത്ത 1/2 ഡസൻ കാര്യങ്ങളെങ്കിലും ഈ 5 കൊല്ലം കൊണ്ട് നടന്നു. ഇത്തവണയും പല രീതിയിലുള്ള പ്രചരണങ്ങളുമായാണ് UDF രംഗത്തേക്ക് വരുന്നത്. ഇതിനോടകം തന്നെ മന്ത്രിക്കെതിരെ പല രീതിയിലുള്ള പരാതികളും നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് VT ബൽറാം ഉൾപ്പെടെ പറയുന്നത്. വ്യക്തിഹത്യയാണ് UDF കഴിഞ്ഞ തവണയും ചെയ്തത്. അതിൽ നിന്ന് അവരൊരു പാഠവും പഠിച്ചില്ല എന്നാണ് വ്യക്തമാവുന്നത്. ഏതെല്ലാം രീതിയാണെന്ന് എനിക്കറിയില്ല. വാളയാറിൽ നിന്നുള്ളൊരു സ്ത്രീയെ കൊണ്ടുവന്നിരുന്നല്ലോ, അത് ഇത്തവണയും കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവന്നാലും തൃത്താലക്കാർ കൂടെ ഉണ്ടെന്നാണ് ആത്മവിശ്വാസം. ഒരു സംശയവും വേണ്ട, കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാർട്ടി ഒറ്റക്കെട്ടാണ്, അതിൽ തന്നെയാണ് ഏറ്റവും വലിയൊരു ശക്തി. പാർട്ടിയും LDF-ഉം ഒറ്റക്കെട്ടാണ്. എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ജനങ്ങളൊപ്പമുണ്ട്. എല്ലാ മേഖലയിലും വികസനം എത്തിച്ചു. അതായത് തൃത്താലയിൽ നേരത്തെ വികസനം ഉണ്ടായിരുന്നില്ല, എല്ലാ മേഖലയിലും വികസനം എത്തിച്ചു എന്നുള്ളതാണ് ധൈര്യം. തൃത്താലയുടെ മുഖച്ഛായ മാറി, മാറ്റി. അതെ, അതാണ് ശരി. മാറിയതല്ല, മാറ്റിയതാണ്. 5 കൊല്ലം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. BJP കഴിഞ്ഞ തവണ കുറച്ചെങ്കിലും വോട്ടുകൾ പിടിച്ചിരുന്നു. ആ വോട്ടിന്റെ പിൻബലത്തിൽ ജയിച്ചുപോയി എന്നുള്ള ഒരു കാര്യമാണ് അവർ കഴിഞ്ഞ തവണ തോറ്റപ്പോൾ UDF പറഞ്ഞിരുന്നത്. ഇത്തവണ BJP ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിയാണോ? BJP-യുടെ വോട്ട് BJP പിടിച്ചാൽ മതി, അത് UDF-ന് മറച്ചു കൊടുക്കാതിരുന്നാൽ മതി. കഴിഞ്ഞ തവണ UDF-നാണ് മറച്ചു കൊടുത്തത്, എന്നിട്ടും അത് മറികടന്നാണ് ജയിച്ചത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമായിരുന്നു. എന്താണ് തൃത്താലയിലെ പ്രധാനപ്പെട്ട പ്രചാരണായുധം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വികസനമാണ്. വികസനം തന്നെയാണ്. അതെ, സർക്കാരിന്റെ വികസനം ഓരോന്നും തുറന്നു കാണിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അത് പ്രതിരോധിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരവർക്ക് പറ്റുന്നത് ചെയ്യട്ടെ. ജനങ്ങളുടെ മുമ്പിൽ ചെയ്ത കാര്യങ്ങളുണ്ട്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാളും, അന്ധമായ രാഷ്ട്രീയ വിരോധമില്ലാത്ത ഏതൊരാളും, കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഈ തൃത്താലയിലെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ നോമ്പ് കാലത്തിന് ഒരുപാട് പേരുടെ ഈ ഒരു സാന്നിധ്യം അത് വലിയ രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഇത് തൃത്താല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ളൊരു മണ്ണാണ്. പിന്നെ സൗഹാർദ്ദത്തോടെ മതനിരപേക്ഷമായി ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും മന്ത്രി MP രാജേഷ് ഇത്തവണയും തൃത്താലയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. തൃത്താലയിൽ ഒരുക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസനം, ആ വികസനം ഇത്തവണ വോട്ടാകും. കഴിഞ്ഞ തവണ 3000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ അത് ഇരട്ടിയിലധികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത്തവണ LDF-ഉം MP രാജേഷും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.